മഞ്ഞുമ്മൽ ബോയ്സ് ഈ വണ്ടിക്കകത്തുണ്ടേ. ഗുണ കേവ്, ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തത്. നമ്മളിവിടെ വന്നപ്പോൾ ഉള്ള ക്ലൈമറ്റൊക്കെ ഒന്ന് മാറി കേട്ടോ. അപ്പോൾ ഫുള്ള് കോട കൊണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കും. അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് കാണുന്ന ഒരു ദൃശ്യം ഇതാണ്. ഉള്ളവരും മോളിക്കുന്നവർ തമ്മിലുള്ള കൂവല് മത്സരമാണ് നിങ്ങൾ ഈ കാണുന്നത്. സീസൺ സമയത്ത് മാത്രമേ ബസ്സുള്ളൂ. എൻ്റെ പൊന്നെ, എൻ്റെ ഇടയ്ക്ക് അവിടെ കയറി ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടാണെന്ന് അറിയുമോ. അപ്പോൾ ഇതിൻ്റെ ആദ്യ ഭാഗം കാണണമെന്നുള്ളവർ മുകളിൽ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതിയേ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നലെ സ്റ്റേ ചെയ്ത ആ ഒരു റൂം ഞാൻ കാണിച്ചിരുന്നില്ല. ഇതാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത റൂം. 1000 രൂപ എന്താ സംഭവം. അപ്പോൾ നമ്മളിനി നേരെ ഗുണ കേവിലേക്ക് പോകാം. അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് കാണുന്ന ഒരു ദൃശ്യം ഇതാണ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നേരെ സ്റ്റാൻഡിലേക്കാണ് പോകുന്നത് കേട്ടോ. സ്റ്റാൻഡിൽ പോയിട്ട് അവിടെ നിന്ന് നമുക്ക് ഗുണ കേവിലേക്ക് പോകണം. അപ്പോൾ ഇതെല്ലാം കണ്ട് പോവാം. നമ്മൾ ഇന്നലെ താമസിച്ച റൂമിൻ്റെ ആ ഒരു ഭാഗമാണ് ആ കാണുന്നത്. അതുവഴി ഇങ്ങനെ കറങ്ങിയാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇനി ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് വലയ സൈഡിനാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ് വരുന്നത്. അപ്പം ഇന്നലെ ഗുണ കേവിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് പയ്യന്മാരൊക്കെ അവിടെ താഴെ ജംഗ്ഷനിലാണ് ഇറങ്ങിയത്. അപ്പോൾ ഇനി അവിടെ നിന്നാണോ ബസ്, അതേ ഇനി നമുക്ക് ഈ സ്റ്റാൻഡിൽ നിന്ന് തന്നെ ബസ് കിട്ടുമെന്ന് അറിയാൻ വയ്യ. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയിട്ട് ആരുടെങ്കിലും ഒന്ന് തിരക്കിയിട്ട് എവിടെയെന്ന് വെച്ചാൽ പോയിന്ന് ബസ് കയറാം. കൊടൈക്കനാലിൽ നിന്ന് മധുരയ്ക്കൊക്കെ പോകുന്ന ബസ്സിൻ്റെ ടൈമിംഗ് ആണ്. കൊടൈക്കനാൽ സ്റ്റാൻഡിൽ വന്നു. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ അന്വേഷിച്ചപ്പോഴേ ഗുണ കേവിലേക്ക് പോകുന്നതിനെ പറ്റി അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് സീസൺ സമയത്ത് മാത്രമേ ബസ്സുള്ളൂ. അല്ലാതെ നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഇവിടുന്ന് സൈറ്റ് സീയിങ് ബസ്സുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ പോകണം. പെർ ഹെഡ് 350 400 ഒക്കെയാണ് ആവുന്നത്. അപ്പോൾ നമ്മളങ്ങനെ പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതാകുമ്പോഴത്തേക്ക് അവർ കൊണ്ടുപോയ ഒരു ഏകദേശം 7-8 സ്ഥലങ്ങൾ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ നമുക്ക് അങ്ങനെ പോവാം. പാമ്പാർ ഫാൾസ്, സാപ്പി പ്ലസ്, അപ്പർ ലേക്ക്, മോയർ പോയിന്റ്, ഗുണ കേവ്, പൈൻ ഫോറസ്റ്റ് എല്ലാം കണ്ടിട്ട് വരും. മൊത്തം 15 സ്ഥലം. ഇത് രണ്ടും കൂടി ഒരാൾക്ക് 500. உங்களுக்கு நல்ல கைடெல்லாம் வரும். நல்ல எல்லா இடமும் எக்ஸ்பிளைன் பண்ணும். சர்வீஸ் நல்லா இருக்கும். நீங்கள் நெக்ஸ்ட் நம்மளை தேடி வரணும். நம்ம பிஸ்னஸ் வந்து நீங்கள் கண்டினியூவாக போகணும். நல்ல സർവീസ് കൂടെ ഗൈഡെല്ലാം നല്ല കറങ്ങിട്ട് 16 സ്ഥലങ്ങൾ 500. അപ്പോൾ കുഴപ്പമില്ല. ഒരാൾക്ക് வந்து സൂപ്പറായിട്ട് കറങ്ങിയിട്ട് ഇവിടെ வந்து நீங்கள் நம்மளை பக்காவாக ரீச் பண்ணிடுவீங்க. நீங்கள் நெக்ஸ்ட் நம்மளை தேடி வரணும் சார். கார்டை வச்சுக்கோங்க. அதெல்லாம் അതിൻ്റെ കാർഡ് വെച്ചിട്ടോ. വീട് ചേട്ടനാണ് ഈ പോകുന്നത്. പേരെന്തോ? ഓക്കെ. അപ്പോൾ ഈ ഒരു പാക്കേജിൽ 15ഓളം സ്ഥലങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ആദ്യത്തെ സ്പോട്ടെന്ന് പറയുന്നത് ഈ കാണുന്ന ലാ സലൈത്ത് ചർച്ചാണ്. ഇത് കൊടൈക്കനാലിൽ തന്നെയുള്ള ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ചർച്ചാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത്. നമ്മളിപ്പോൾ മോയർ പോയിന്റിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുത്തേ പറ്റൂ. അപ്പോൾ നമ്മുടെ ഗൈഡ് തന്നെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് ഒരുമിച്ച് ടിക്കറ്റ് എടുക്കുക. അപ്പോൾ നമ്മൾ ക്യൂ നിന്നും ബുദ്ധിമുട്ടൊന്നും വേണ്ട. സൺഡേ ആയതുകൊണ്ടായിരിക്കാം ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. റോഡ് ബ്ലോക്കായിരുന്നു. അപ്പോൾ കഴിവതും വരുന്നവർ അവധി ദിവസങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഈ മോയർ പോയിൻ്റ് എന്നുള്ളൊരു പേര് കേൾക്കുമ്പോൾ നമ്മൾ ഒരിക്കലെങ്കിലും ചിന്തിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് വന്നതെന്ന്. അതിന് വേറൊന്നുമല്ല കാരണം, കൊടൈക്കനാലിനെയും ബെരിജാൻ ലേക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഗോഷൻ റോഡ് നിർമ്മിച്ചത് യൂറോപ്യൻ എഞ്ചിനീയറായ സർ തോമസ് മോയർ ആയിരുന്നു. അപ്പോൾ ആ റോഡിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് ഇവിടെ നിന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ഇതിന് മോയർ എന്ന പേര് കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ പേരിലൊരു സ്മാരകവും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. നമ്മളിവിടെ വന്നപ്പോൾ ഉള്ള ക്ലൈമറ്റൊക്കെ ഒന്ന് മാറി കേട്ടോ. അപ്പോൾ ഫുള്ള് കോട കൊണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വന്ന സമയത്ത് അല്പം വെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുള്ള് കോട കയറി.
അപ്പോൾ ഇനി കയറാൻ പോകുന്നത് പൈൻ ഫോറസ്റ്റിനുള്ളിലേക്കാണ്. ഒരുപാട് മലയാള സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ അടുത്തിറങ്ങിയ മഞ്ഞുമൽ ബോയ്സിലും കുറച്ച് ഭാഗങ്ങൾ ഇവിടെയാണ് എടുത്തത്. ഏകദേശം ഒരു 10 മിനിറ്റോളം നമുക്ക് ഇവിടെയും സമയം തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ ഇവിടെ എല്ലാം നടന്നൊന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ നമ്മൾ അടുത്ത സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്, ഗുണ കേവ്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തത്. നമ്മൾ ഗുണ കേവിലെത്തി. ഈ വരുന്ന വഴിയിൽ വെച്ച് തന്നെ നമ്മളെ മഞ്ഞുമ്മൽ ബോയ്സിനെ കണ്ടായിരുന്നു. നമ്മൾ വണ്ടി നിർത്തി അവിടേക്ക് എത്തിയപ്പോഴത്തേക്കും അവർ പോയി. നല്ല തിരക്കുണ്ടെന്ന്, സൺഡേ ആയതുകൊണ്ടാണ്. മഞ്ഞുമ്മൽ ബോയ്സും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലെ റീൽസിൻ്റെയും അത്രയും എഫക്റ്റാണ് ഈ കാണുന്നത്. തിരക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അങ്ങനെ നടന്ന് നമ്മുടെ ഗുണ കേവിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ശരിക്കും ആളുണ്ട്. ഏതാ? അതാണോ ഗുഹ? ക്ലോസ് ചെയ്തില്ല, ഇതുവഴി കാണത്തില്ല. എത്രത്തോളം കിട്ടുമെന്ന് അറിയത്തില്ല. അതൊരു ഗുഹയാണ്, താഴോട്ടുണ്ടോ. ബാ. അയ്യോ, അതെല്ലാം ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക. ഈ കമ്പിവേലി വെച്ച് അടച്ചു വെച്ചിരിക്കുന്നതെല്ലാം നല്ല ആഴത്തിലുള്ള കുഴികളാണ്. ഇവിടെ അങ്ങിങ്ങായിട്ട് ഇതുപോലുള്ള കുഴികളുണ്ട്. എല്ലാം ഇതുപോലെ അടച്ചു വെച്ചിരിക്കുകയാണ്. ഇതാ കണ്ട, നല്ല താഴ്ചയുണ്ട്. മാത്രമല്ല നല്ല ഇടുക്കായിട്ടുള്ള കുഴിയാണ്. അധികം സ്പേസ് ഒന്നുമില്ല. എൻ്റെ പൊന്നെ, എൻ്റെ ഇടയ്ക്ക് അവിടെ കയറി ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടാണെന്ന് അറിയുമോ? ഭയങ്കര ബുദ്ധിമുട്ട്. തള്ളോട് തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ജസ്റ്റ് ഒന്ന് കയറി എനിക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും വീഡിയോയിൽ വന്നിട്ടുണ്ട്. ഇവിടെ മരത്തിന് വേണ്ട ഒരാളിരിപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം.
റീൽസിലൂടെ നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ ഗുണ കേവിൽ നിന്ന് നമ്മൾ ഇറങ്ങി. ഇനി നേരെ നമ്മൾ പക്ഷേ ഏകദേശം ബാറ്ററിയുടെ ചാർജ് തീരാറായി. ഇനി അങ്ങോട്ടുള്ളത് കിട്ടുമോ ഇല്ലെന്ന് അറിയത്തില്ല. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് വീഡിയോ തീരും. ഓക്കെ, ബാക്കി റീൽസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ. ഗുണ കേവ് കഴിഞ്ഞിട്ട് അടുത്ത സ്പോട്ടിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. പില്ലർ റോക്സ്, ഇതാ കാണുന്നതാണ് സംഭവം. മഞ്ഞുമ്മൽ ബോയ്സ് ഈ വണ്ടിക്കകത്തുണ്ടേ. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു, പക്ഷേ ഇപ്പം കാണാൻ പറ്റത്തില്ല. കൈ അണിയിച്ച് ഒരു രക്ഷയില്ല, കാണത്തില്ല. അപ്പോൾ നമ്മുടെ സൈറ്റ് സീയിങ് പരിപാടി എല്ലാം കഴിഞ്ഞതാണ്. നമ്മൾ ഇവിടെ കൊണ്ട് ഇറക്കിയിരിക്കുകയാണ്. ഗുണ കേവിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഏകദേശം ക്യാമറയുടെ ചാർജ് 40% താഴെയായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് അധികം ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. ഉച്ചയുടെ സൈറ്റ് സീയിങ് പരിപാടികളെല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച ശേഷം നേരെ ഒരു 3:30 കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡിലെത്തി. അപ്പോൾ മധുരയ്ക്കുള്ള ബസ് 3:20 പോയാൽ പിന്നെ 4:40 ഉള്ളതെന്നാണ് തിരക്കിയപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ സൈറ്റ് സീയിങ്ങിന് പോയ ആ ബസ് മധുരയ്ക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ അതിനകത്താണ് ഇരിക്കുന്നത്. മധുരയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ടിക്കറ്റ് ചാർജ് വരുന്നത് 200 രൂപയാണ്. അപ്പോൾ നമ്മുടെ ട്രെയിൻ 11:30 മധുരയിൽ നിന്ന് എടുക്കുന്നത്. മധുര പുനലൂർ എക്സ്പ്രസ്സിലാണ് നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. സ്ലീപ്പറാണ് ബുക്ക് ചെയ്തത്. 210 രൂപയാണ് ചാർജ് വരുന്നത്. രാവിലെ ഒരു 6 മണിയോടുകൂടി തിരുവനന്തപുരത്ത് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു ലോ ബഡ്ജറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.